ഇത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അമേസിംഗ് ഹിറ്റ്സിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ കുറച്ചൊരു സോൾ സെർച്ചിങ്ങും ഒക്കെ ചെയ്തു. അല്ല, ട്രാവലല്ല, ബേസിക്കലി ടോക്ക് ടു വിസിറ്റ് സം പീപ്പിൾ. അപ്പം അങ്ങനെ പോയപ്പോഴാണ് വെൽത്ത് മാനേജ്മെൻറ്റിലൊരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തത്. ഞാനൊരു LAയിലൊരു വെൽത്ത് മാനേജ്മെൻറ്റ് ഫേമിനെ ആക്സിഡൻ്റലി വിസിറ്റ് ചെയ്തപ്പോൾ അവരുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നൺ ഓഫ് ദം ടോക്ക് ടു ഈച്ച് അതർ. അപ്പോൾ വളരെ പെയിൻഫുൾ. പിന്നെ സ്റ്റാക്ക് ഓഫ് പേപ്പർ. വെൽത്ത് മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ബാങ്ക്സ് ഉണ്ട്, ബാങ്കിങ്. ബട്ട് വെൻ യു ഹാവ് ഇനഫ് ആസറ്റ്സ്, കുറച്ച് റിച്ചർ ക്ലയൻറ്റേലിന് യു ഫോക്കസ് മോർ ഓൺ ഇൻവെസ്റ്റിംഗ് മണി. അപ്പോൾ അവരുടെ ആസറ്റ്സ് മാനേജ് ചെയ്യുക. അപ്പോൾ അത് ടിപ്പിക്കലി ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണ് ചെയ്യുന്നത്. Financial advisors, they cater to the top 1% of the, അതൊന്നും ഇപ്പോഴത്തെ പോലെ ഡിജിറ്റൈസ്ഡ് ഒന്നും അല്ലല്ലോ. അന്ന് ഡിജിറ്റൈസ്ഡ് അല്ല. സിസ്റ്റംസ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ടൂൾസ് ഒക്കെ വെച്ച് പ്രൊപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ പിച്ച് നടത്താനും ഒക്കെ ഉള്ള ടൂൾസ് ഉണ്ട്. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഉള്ള ടൂൾസ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് ആണെന്നേ ഉള്ളൂ. എന്നിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വേറൊരു ബാക്ക് എൻഡ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പോൾ അങ്ങനെ അത് വെൽത്ത് മാനേജ്മെന്റിൽ പേര് അതാണ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ അതെ. അപ്പോൾ നെറ്റ് ആസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നമ്മൾ 4-5 പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മളൊരു ഡയറക്റ്റ് ടു കൺസ്യൂമർ മോഡലായിരുന്നു. കൺസ്യൂമേഴ്സിന് അവരുടെ മണി മാനേജ് ചെയ്യാനുള്ള ഒരു .com പോലെ. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് തുടങ്ങിയപ്പോൾ തന്നെ തോന്നിയായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 5 million ഫണ്ടിങ് അവിടെ തുടങ്ങി. എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ് സ്റ്റീവ് ലീബോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പുള്ളി വെസ്റ്റ് കോസ്റ്റിൽ റീറ്റെയിൽ ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള കക്ഷിയാണ്. ഒരുപാട് സ്റ്റാർബക്സ്, കോസ്കോ ഇങ്ങനെയുള്ള പല കമ്പനീസിനെ പബ്ലിക്കാക്കിയ ഒരു ബാങ്കറാണ്. അപ്പോൾ പുള്ളി ഈ ഫീൽഡ് അറിയാവുന്ന കാരണം പുള്ളി നമുക്കൊരു ക്യാപിറ്റൽ തന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ഇൻവെസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഇവിടെ അത് 99-ലാണ് തുടങ്ങിയത്. സ്റ്റാർട്ട് ചെയ്തു. നെറ്റ് ആസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ. അപ്പോൾ ഇവിടെ ഒരു ട്രിവാൻഡ്രത്തിരുന്ന് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഞാനിവിടെ വന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഒരുപാട് സമയം അന്ന് ചെയ്ത ഒരു കാര്യം, ആ പ്രോഡക്റ്റ് എക്സ്പെർട്ടീസ് ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ എക്സ്പോഷർ ഇല്ല പലർക്കും. ആ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം ഇവിടെ വന്ന് ഡെവലപ്പേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ചിലപ്പോൾ റീറൈറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ജേർണീസ് യു ഗോ ത്രൂ ദാറ്റ്. പക്ഷേ നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി. ആ പ്രോഡക്റ്റ് വെച്ച്, അതായത് നമ്മൾ കണ്ട ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SAP എല്ലാം മാനുഫാക്ചറിങ് സ്റ്റാൻഡർഡൈസ് ചെയ്തു. അപ്പോൾ അതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റിലൊരു സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പോൾ നമ്മൾ അതിങ്ങനെ പലയിടത്തുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും ബിലീവ് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും വിചാരിച്ചിരുന്നത് പോർട്ട്ഫോളിയോ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ nobody would want to standardize anything. കാരണം അവരുടെ ഡിഫറൻഷിയേഷൻ അതിലാണെന്ന്. ബേസിക്കലി ഇന്ന എമൗണ്ട് ഇതിന് അലോക്കേറ്റ് അങ്ങനത്തെ ഒരു അതല്ല. ബേസിക്കലി എങ്ങനെ ഈ എൻഡ് ടു എൻഡ് പ്രോസസ് മാനേജ് ചെയ്യുമെന്നുള്ളത്, ഈവൻ ദോ ആൽഗോറിതംസ് ഒക്കെ ചിലപ്പം യുവർ ഓൺ യുണീക്ക് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും റെസ്റ്റ് ഓഫ് ദ ഹോൾ പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിൽ ആരും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായില്ല. അപ്പം നമ്മൾ അവിടെയൊക്കെയാണ് ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് ഉള്ളത്. അപ്പം നമ്മൾ ആ എൻഡ് ടു എൻഡ് വാല്യൂ ചെയിൻ, അതായത് ഒരു പ്രോസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത്, ഒരു അഡ്വൈസർ എങ്ങനെ ഒരു പ്രോസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവർക്ക് ഇനിഷ്യൽ പിച്ച് നടത്തുന്നു, എന്നിട്ട് വൺസ് യു വിൻ ദം ആസ് എ ക്ലയൻറ്റ്, ഹൗ ഡു യു ആലക്കേറ്റ്, ഹൗ ഡു യു റീസെർച്ച് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഹൗ ഡു യു allocate the portfolio, how do you trade, how do you rebalance. അതായത് ഒരുപാട് മണി മാനേജ്മെൻറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ആൽഫ എന്ന് പറയുന്നത് പല രീതിയിൽ വരാം. അതായത് ഇപ്പോൾ ടാക്സ് ഓപ്റ്റിമൈസ്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ സെലക്ഷൻ, ഫിനാൻഷ്യൽ പ്ലാനിങ്
ആൻഡ് ദെൻ ടാക്സ്. ഇങ്ങനെ 4 കമ്പോണൻസിലാണ് ആൻഡ് അഡ്വൈസർ ഈസ് ഏബിൾ ടു ജനറേറ്റ് ആൽഫ. ഓക്കെ. അപ്പോൾ ആ ആൽഫ ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തിരുന്നു. അതായിരുന്നു അപ്പൊ എഫക്റ്റീവ്ലി ആ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഗ്രോത്ത് എങ്ങനെയായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഞാൻ നെറ്റ് ആസറ്റ് മാനേജ്മെന്റ് സൈഡ് പറയാം, എന്നിട്ട് നമ്മളൊരു മേജറിലാണ് ഇൻവെസ്റ്റഡ് ആകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നെറ്റ് ആസറ്റ് മാനേജ്മെന്റിൽ നമ്മൾ വളരെ ലക്കി ആയിരുന്നു. ആദ്യത്തെ ക്ലയന്റിന് ലാൻഡ് ചെയ്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെ സെറിയലായിരുന്നു. ഇത് നമ്മളൊരു കനേഡിയൻ കമ്പനി വന്നിട്ട് അവർക്ക് US എൻട്രി ചെയ്യണം. അപ്പോൾ അവർ ടാർഗറ്റ് വെരി വെൽത്തി പീപ്പിൾ. അതാണ് അവരുടെ ബിസിനസ് തന്നെ അതാണ്. അപ്പോൾ വെരി വെൽത്തി പീപ്പിളിൻ്റെ ആസറ്റ്സ് മാനേജ് ചെയ്യുക എന്നുള്ള അതിന് വേണ്ട ഒരു സിസ്റ്റമാണ് അവർക്ക് വേണ്ടത്. അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവർക്ക് പ്രസൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തു ഒരു 3 months. അപ്പോൾ ഈ 3 months അവരൊരുപാട് ആക്ച്വലി 1 month, ഇനിഷ്യലി 1 month. അപ്പോൾ ഈ 1 month ദേ ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ വാട്ട് വി ഹാവ്. അപ്പം നമ്മുടെ അന്നായി വെൽത്ത് മാനേജ്മെൻറ്റിൽ വെബ് ബേസ്ഡ് സിസ്റ്റംസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ പിന്നെ വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനി കുറച്ചുകൂടെ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഹെഡ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ആൻഡ് ഓൾ ദാറ്റ് സ്റ്റാഫ്. അപ്പം നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് അപ്പ് തിങ്സ് ഓൺ ദ ഫ്ലൈ. ഇവിടെ അവരൊരു റിക്വയർമെന്റ് പറയും, നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞത് കാണിക്കും. സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ റിക്വയർമെന്റ് രാവിലെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ വിളിച്ച് ഡിസൈൻ ചെയ്യുന്നു, കോഡ് എഴുതുന്നു, എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മോഡലാണ്. പക്ഷേ അവർക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ബയറാണ്. അവർക്ക് മനസ്സിലായി നമ്മൾ ഇതെല്ലാം നമ്മുടെ ഇതൊന്നും ഇല്ല, അംബീഷ്യസ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ 1 മാസം ഒക്കെ കഴിഞ്ഞിട്ട് അവരൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ എന്ന് പറയുന്നത് മറ്റേ വെണ്ടർ പോകാനായിരുന്നു. അപ്പം നമ്മൾ വളരെ ഡിമോറലൈസ്ഡ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് യു നീഡ് ദാറ്റ് ഫസ്റ്റ് ക്ലയൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ ഫൗണ്ടറിനെ പോയി അങ്ങ് കാണാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ ക്ലയൻറ്റിൻ്റെ ഫൗണ്ടറിനെ പോയി, കാരണം അവർ ഡിസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈവനിങ്ങിലാണ്. നമ്മൾ അന്ന് തന്നെ പോയി അടുത്ത ദിവസം പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി ഒരു ഫൗണ്ടറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഓക്കെ മറ്റേ കമ്പനി അവർ ടീം മെയ്ഡ് ദ റൈറ്റ് കോൾ. പക്ഷേ ഹെഡ് ഓഫ് ടെക്നോളജി വാസ് ഇൻ ഫേവർ ഓഫ് us, കാരണം ഐ ഗോട്ട് അലോങ് വെരി വെൽ വിത്ത്. അപ്പോൾ ബട്ട് ബിസിനസ് ഓവർ റൈഡ് ചെയ്തു. എനിവേ വി നീഡ് ടു സംഹൗ ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് ബാക്ക് ഇൻ. അപ്പോൾ ഫൗണ്ടറിനെ പോയി കണ്ട് ഒരു പ്ലീഡ് ചെയ്തപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഓക്കെ ഐ സീ ദ ഹങ്കർ ഇൻ യു ഗൈസ്, ഐ വിൽ ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ പുള്ളി ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് മറ്റേ കമ്പനിയുടെ അടുത്ത്, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞു, കാനഡയിലാണ്, വിന്നിപ്പെഗിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം, പക്ഷേ came with a bunch of conditions. കണ്ടീഷൻസ് ഒന്നും നമ്മൾ കേൾക്കാൻ നിന്നില്ല, നമ്മളെല്ലാം എഗ്രി ചെയ്തു. പുള്ളി പറഞ്ഞത് സോഴ്സ് കോഡ് റൈറ്റ് വേണം, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അതായത് പുള്ളിക്ക് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഓൺ ചെയ്യണം, ആ റൈറ്റ് വേണം. അങ്ങനെ 3-4 കണ്ടീഷൻസ്. അതുപോലെ ഒരു 3 months തരും. 3 monthsനകത്ത് നമ്മളിത് ടേൺ അറൗണ്ട് ചെയ്തില്ലെങ്കിൽ, പുള്ളി ഫിനിഷ്ഡ് ലൈവായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ, കാരണം he has a bunch of clients lined up. So you cannot wait. അപ്പോൾ അതിനകത്ത് ആ പാത്ത് ഇല്ലെങ്കിൽ ടെക്നോളജിയിൽ നിന്ന് ഡിറക്ഷൻ എടുക്കും. ആ പാത്ത് കണ്ടില്ലെങ്കിൽ പുള്ളി ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യും എന്നുള്ള. അപ്പം എനിവേ 3 months നമ്മൾ ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ട് അത് ലാൻഡഡ് ദ ക്ലയൻറ്റ്. വളരെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ബട്ട് വി മെയ്ഡ് ഇറ്റ്.